ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹം നിറഞ്ഞ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ആ പുണ്യദിനം വന്നെത്തിയിരിക്കുന്നു. മഹാശിവരാത്രി. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ദിവസം അവസാനിക്കുന്നത്. വെറുമൊരു വിശേഷ ദിവസം മാത്രമല്ല ഇത്. നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും ഹോമിച്ച് കളയാൻ ഭഗവാൻ നമുക്ക് തരുന്ന ഒരേ ഒരു അവസരം. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ കഷ്ടപ്പാട് എന്ന് തീരും? അതിനുള്ള ഉത്തരമാണ് ഈ വരുന്ന ശിവരാത്രി. ഇന്ന് പ്രശ്നം വെച്ച് പരിശോധിച്ചപ്പോൾ ഈ ശിവരാത്രി നാളിൽ കൃത്യം 9 നക്ഷത്രക്കാരുടെ തലയിൽ കൈവച്ച് സാക്ഷാൽ മഹാദേവൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന ദാരിദ്ര്യവും രോഗവും ശത്രുദോഷവും എല്ലാം മാറാൻ പോവുകയാണ്. ആരൊക്കെയാണ് ആ 9 നക്ഷത്രക്കാർ? ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ഇവർ ശിവരാത്രി നാളിൽ എന്ത് ചെയ്യണം? വീഡിയോ അവസാനം വരെ ഭക്തിയോടെ കാണുക. ഈ 9 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. പ്രതിസന്ധികൾ അകലുന്നു, കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു, ചിലർക്കൊക്കെ വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നു. കാലങ്ങളായി ശ്രമിച്ചിട്ടും നടക്കാത്ത പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നടന്നു കിട്ടാൻ പോകുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും. നാളെ ചൊവ്വാഴ്ചയാണ്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. എന്താണ് ഈ ശിവരാത്രിയുടെ പ്രത്യേകത? സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ വരുന്ന സമയം. മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ ബലഹീനനാകുമ്പോൾ ആ മനസ്സിനെ ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ശിവനിലേക്ക് ലയിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ സമയമാണിത്. ഈ ദിവസം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ പുണ്യം പോലും കോടി ജന്മങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയും. അതാണ് വിശ്വാസം. പ്രത്യേകിച്ച് ശനിദോഷം, കണ്ടകശനി, ഏഴര ശനി എന്നിവ അനുഭവിക്കുന്നവർക്ക് ശിവരാത്രി വ്രതം പോലെ മറ്റൊരു മരുന്നില്ല. ശനിയെ നിയന്ത്രിക്കുന്ന ഈശ്വരനാണ് ശിവൻ. അതുകൊണ്ട് തന്നെ ഈ 9 നക്ഷത്രക്കാർക്കും വരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇനി നമുക്ക് ആ ഭാഗ്യനക്ഷത്രങ്ങളെ നോക്കാം. ആദ്യമായി ശിവൻ്റെ സ്വന്തം നക്ഷത്രമായ തിരുവാതിര, ഒപ്പം ഭരണി, കാർത്തിക. ഈ 3 നക്ഷത്ര ജാതകർക്കും ഈ ശിവരാത്രി ഒരു പുനർജന്മമാണ്. പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യപ്രശ്നങ്ങൾ, ഭയം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് ഈ ശിവരാത്രിയോടെ ശമനമുണ്ടാകും. ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികമായ വലിയ തടസ്സങ്ങൾ മാറും. ഈ 3 നക്ഷത്രക്കാരും ശിവരാത്രി ദിവസം രാവിലെ കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഒരു കൂവളമാല സമർപ്പിക്കുക. കൂവളത്തിൻ്റെ ഓരോ ഇലയിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ അലട്ടുന്ന രോഗങ്ങളും കടങ്ങളും ഭഗവാൻ മാറ്റുമെന്ന് ഉറപ്പാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടി ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും.
ഉറപ്പാണ്. അടുത്തതായി മഹാഭാഗ്യം കാത്തിരിക്കുന്നത് രോഹിണി, മകം, ആയില്യം നക്ഷത്രജാതകർക്കാണ്. ഇവരുടെ പ്രധാന പ്രശ്നം കുടുംബത്തിലെ സമാധാനക്കുറവും മനസ്സിലെ വിഷമങ്ങളുമാണ്. ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിക്കും നാഗങ്ങളുടെ നക്ഷത്രമായ ആയില്യത്തിനും ശിവപ്രീതി ഏറ്റവും അത്യാവശ്യമാണ്. ശിവരാത്രി കഴിയുന്നതോടെ നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ തീരും. ഭർത്താവോ മക്കളോ നിങ്ങളെ മനസ്സിലാക്കാത്ത സാഹചര്യം മാറും. മകൻ നക്ഷത്ര ജാതകർക്ക് പിതൃക്കളുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർ ശിവരാത്രി നാളിൽ ശിവലിംഗത്തിൽ ജലധാര നടത്തുക, അല്ലെങ്കിൽ അല്പം പാൽ ഭഗവാന് അഭിഷേകമായി നൽകുക. ശിവന്റെ കോപം കുറയുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ചൂടും വെപ്രാളവും മാറി മനസ്സ് ശാന്തമാകും. രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ്. അടുത്ത നക്ഷത്ര ജാതകർ ചോതിയും തൃക്കേട്ടയും ഉത്രട്ടാതിയുമാണ്. ഈ പട്ടികയിലെ അവസാനത്തെ 3 നക്ഷത്ര ജാതകർ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചവരാണ് ഈ 3 നക്ഷത്ര ജാതകർ. തൊഴിലിൽ നഷ്ടം, ധനനഷ്ടം, അപമാനം. എന്നാൽ കരഞ്ഞത് മതിയാകൂ, മതിയാക്കൂ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ഭഗവാൻ അവസരം നൽകും. പുതിയ ജോലി ലഭിക്കാനും വിദേശത്ത് പോകാനും ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറും. ഈ നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ പോയൊരു നെയ്വിളക്ക് കത്തിക്കുക. ഒപ്പം ഭഗവാന്റെ പ്രസാദമായ ഭസ്മം വാങ്ങി നെറ്റിയിൽ അണിയുക. ആ ഭസ്മം നെറ്റിയിൽ ഉള്ളിടത്തോളം കാലം ഒരു ശത്രുവിനെയും നിങ്ങളിലേക്ക് അടുപ്പിക്കില്ല. ഒരു ശത്രു പോലും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും, ഉറപ്പാണ്. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർ മാത്രമല്ല, ആര് ശിവരാത്രി വ്രതമെടുത്താലും അവർക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. പക്ഷേ വ്രതമെടുക്കാൻ സാധിക്കാത്തവരുമുണ്ടാകും. അസുഖമുള്ളവരോ ജോലിക്ക് പോകുന്നവരോ ആകാം നിങ്ങൾ. വിഷമിക്കേണ്ട. ശിവരാത്രി ദിവസം രാത്രി ഉറങ്ങാതെ ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഇത് വെറുമൊരു വാക്കല്ല, ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ്. ശിവരാത്രി ദിവസം 108 തവണയെങ്കിലും ഇത് ജപിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് അത് മതി. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഭഗവാൻ ചോദിക്കുന്നത് വലിയ പൂജകളോ പണമോ ഒന്നുമല്ല, നിഷ്കളങ്കമായ ഭക്തി മാത്രം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ മനസ്സ് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ഓം നമഃ ശിവായ എന്നെഴുതുക. നമ്മളെല്ലാവരും ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൈലാസത്തിൽ സാക്ഷാൽ മഹാദേവൻ കേൾക്കും. തീർച്ചയായും നിങ്ങളുടെ അനുഗ്രഹം, ആഗ്രഹം ഉണ്ടാകും, ആഗ്രഹം സാധിച്ചു തരും. അതുകൊണ്ട് മറക്കാതെ ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ നക്ഷത്രത്തിൽ എന്തെങ്കിലും പ്രത്യേക ദോഷമുണ്ടോ? ശിവരാത്രിക്ക് മുമ്പ് അത് നോക്കി പരിഹരിക്കുന്നത് വളരെ നല്ലതാണ്. ജാതക പരിശോധനയ്ക്കും ദോഷ പരിഹാരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. വിളിച്ച് കിട്ടിയില്ലെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി, മറുപടി ഉണ്ടാകും. നമ്മുടെ വാട്സപ്പ് നമ്പർ 94 967 24 401. എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു. ലോകോ സമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം.